ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ലീഫ് സ്പ്രൗട്ടാണ്. നമുക്ക് ബുക്ക് മാർക്കായിട്ട് വെക്കാം. ഇങ്ങനെ നമ്മുടെ ചാർജറിൻ്റെ വയറൊക്കെ ഒരുമിച്ച് കെട്ടിവെക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ലീഫ് സ്പ്രൗട്ടാണ്. ഇതിൽ ആ ഗ്രീൻ കളറ് ഞാൻ കോട്ടൺ യാൺ വെച്ചിട്ടും 100% കോട്ടൺ യാൺ വെച്ചിട്ടും ബീജ് അക്രിലിക് യാണുമാണ് ചെയ്തിരിക്കുന്നത്. കോട്ടൺ യാൺ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചസ് കുറച്ചും കൂടെ നല്ല ഡിഫൈൻഡ് ആയിരിക്കും. പക്ഷേ കാണാൻ കുറച്ച് റിച്ച്നെസ് തോന്നുന്നത് അക്രിലിക് യാൺ വെച്ച് ചെയ്യുമ്പോഴാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പം ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ചെയ്യാൻ പോകുന്നതും ഒരു അക്രിലിക് യാൺ വെച്ചിട്ടാണ്, ഗ്രീൻ കളർ അക്രിലിക് യാൺ വെച്ചിട്ട്. അപ്പം നമുക്കത് എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. പെട്ടെന്നല്ല, കുറച്ച് സമയം എടുക്കുവേ. ആദ്യം തന്നെ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കണം. 2 വിരലിൽ യാൺ ചുറ്റിയൊരു ലൂപ്പ് ഉണ്ടാക്കി ആ ലൂപ്പിനകത്തൂടെ വർക്കിംഗ് യാൺ പുറത്തേക്ക് എടുക്കുന്നതാണ് സ്ലിപ്പ് നോട്ട്. സ്ലിപ്പ് നോട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് 10 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുക്കണം. ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഹുക്കിൽ നിന്നുള്ള രണ്ടാമത്തെ ചെയിനിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വർക്കിംഗ് യാൺ പുറത്തേക്കെടുത്ത് ഹുക്കിലിപ്പോൾ 2 ലൂപ്പുണ്ട്, അതിൽ സെക്കൻഡ് ലൂപ്പിലൂടെ മാത്രം ഹുക്ക് പുറത്തേക്ക് എടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, വർക്കിംഗ് യാൺ പുറത്തേക്ക് എടുക്കുക, 2 ലൂപ്പ് കിട്ടി, 2 ലൂപ്പിലൂടെയും ഒരുമിച്ച് ഹുക്ക് പുറത്തേക്ക് എടുക്കുക. അടുത്തത് ഹാഫ് ഡബിൾ ക്രോഷ്യ. യാൺ ഓവർ, insert the hook, pull up a loop. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. യാൺ ഓവർ, 3 ലൂപ്പിലൂടെയും ഒരുമിച്ച് ഹുക്ക് പുറത്തേക്ക് എടുക്കുക. അടുത്തത് ഡബിൾ ക്രോഷ്യ. യാൺ ഓവർ, ഇൻസേർട്ട് ദ ഹുക്ക്, പുൾ അപ്പ് എ ലൂപ്പ്. യാൺ ഓവർ, ആദ്യത്തെ 2 ആദ്യം പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ, അടുത്ത 2 പുറത്തേക്ക് എടുക്കുക. ഇനി അടുത്ത ചെയിനിൽ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. 2 ട്രിപ്പിൾ ക്രോഷ്യ സെയിം ചെയിനിൽ തന്നെ. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് യാൺ ഓവർ ട്വൈസ്, ഇൻസേർട്ട് ദ ഹുക്ക്, പുൾ അപ്പ് എ ലൂപ്പ്. യാൺ ഓവർ, ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ, അടുത്ത 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ, ലാസ്റ്റ് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ 2 ട്രിപ്പിൾ ക്രോഷ്യ സെയിം ചെയിനിൽ ചെയ്തു. ഇനി അടുത്തത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം അടുത്ത സ്റ്റിച്ചിൽ. ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ചെയിനും കൂടിയേ ബാക്കിയുള്ളൂ. ആ ചെയിനകത്ത് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇൻസേർട്ട് ദ ഹുക്ക്, പുൾ അപ്പ് എ ലൂപ്പ്. 2 ലൂപ്പ് കിട്ടി, സെക്കൻഡ് ലൂപ്പിലൂടെ മാത്രം ഹുക്ക് പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ നമ്മുടെ ലീഫിൻ്റെ ഒരു സൈഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പുറത്തെ സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്ത വർക്ക് നമുക്കൊന്ന് ടേൺ ചെയ്യണം. വർക്ക് ഒന്ന് ടേൺ ചെയ്യുമ്പോൾ നമുക്കവിടെ മേളിൽ നമ്മുടെ ഫൗണ്ടേഷൻ ചെയിനിൽ നമ്മൾ വർക്ക് ചെയ്ത ഫൗണ്ടേഷൻ ചെയിൻസ് നമുക്ക് കാണാൻ പറ്റും. താഴെ ചെയ്ത സെയിം സ്റ്റിച്ചസ് തന്നെയാണ് നമ്മൾ മേളിലും ചെയ്യുന്നത്. ഓരോ ചെയിനിലും ഏതൊക്കെ സ്റ്റിച്ചസാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ്. സെയിം ചെയിനിൽ തന്നെ 2 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നതിനെയാണ് ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ,
ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും. ഇത്രയും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലീഫിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കിട്ടും. ഇപ്പം നമ്മുടെ ഒരു ലീഫ് ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ലീഫ് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ നടുക്ക് നമുക്ക് ചെറിയ ഹോൾസ് കാണാൻ പറ്റുന്നില്ലേ? അതിനകത്തൂടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഈ പാർട്ട് കുറച്ച് ട്രിക്കിയാണ്. ആദ്യം ചെയ്യുന്ന സമയത്ത് നല്ല കൺഫ്യൂഷനായിട്ട് തോന്നാം. നമ്മൾ ലീഫിൻ്റെ ബോട്ടം പാർട്ടും അത് കഴിഞ്ഞ് പ്രൊജക്റ്റ് ടേൺ ചെയ്തിട്ട് നമ്മൾ അപ്പർ പാർട്ടും ചെയ്തല്ലോ, അതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നമുക്കിങ്ങനെ 10 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ 10 ഹോൾസ് കാണും. ആ 10 ഹോൾസിലൂടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. നമ്മുടെ ലീഫ് കുറച്ചും കൂടെ ഒരു ഡിഫൈൻഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലീഫിൻ്റെ ഒരറ്റത്ത് നിന്ന് അപ്പുറത്തെ അറ്റം വരെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതാദ്യം ചെയ്യുമ്പോൾ ഇച്ചിരി പാടായിട്ട് തോന്നും, പക്ഷെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ എളുപ്പമായിരിക്കും. ഇപ്പം നമ്മുടെ ഒരു ലീഫ് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ലീഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു എക്സ്ട്രാ ചെയിൻ ഇട്ട് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഒരു ലീഫ് ചെയ്യാൻ വേണ്ടി 10 ചെയിനാണല്ലോ ഇടേണ്ടത്. ഒരു എക്സ്ട്രാ ചെയിൻ ഇട്ട് കൊടുത്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഇനി നമ്മൾ ആദ്യത്തെ ലീഫ് ചെയ്ത സെയിം പ്രോസസ്സിൽ തന്നെ അടുത്ത ലീഫ് നമുക്ക് ചെയ്തെടുക്കാം. ലീഫ് ചെയ്ത് കഴിഞ്ഞ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ മിഡിലിലൂടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലീഫിൻ്റെ നടുക്കുള്ള ഹോൾസിനകത്തൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നടുക്കുള്ള ഹോളിലൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് 2 ലീഫിൻ്റെയും ഇടയ്ക്ക് നമ്മളൊരു എക്സ്ട്രാ ചെയിൻ ഇട്ടിരുന്നല്ലോ, ആ ചെയിൻ സ്പേസ് വരെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ 2 ലീഫും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടി 40 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നാൽപ്പത് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം
നമുക്ക് 15th ചെയിൻ, ഹുക്കിൽ നിന്നുള്ള 15th ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ 15ാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെയിം പ്രോസസ്സ് നമുക്ക് നമ്മുടെ ലീഫ് എത്തുന്ന വരെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണം. എല്ലാ ചെയിനിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 40 ചെയിനിൽ 15 ചെയിൻ ഒഴിച്ച് ബാക്കി എല്ലാ ചെയിനിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്രോഷ്യ പഠിച്ചുകൊണ്ടിരുന്ന ഇനീഷ്യൽ ഡേയ്സിൽ ആദ്യത്തെ ഒരു 3 വീക്സൊക്കെ എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയ ഒരു സ്റ്റിച്ചാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഇപ്പം കുറച്ച് എളുപ്പമായിട്ട് വരുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അത് എളുപ്പമായിട്ട് വരും. ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നമ്മുടെ 2 ലീഫ് വരെ എത്തിയതിന് ശേഷം 2 ലീഫിൻ്റെയും നടുക്ക് നമ്മളൊരു എക്സ്ട്രാ ചെയിൻ ഇട്ടിരുന്നല്ലോ, ആ ചെയിനകത്തോട്ടും കൂടെ ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് യാൺ പുറത്തേക്കെടുത്ത് ഒരു സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യാം. അടുത്തത് ഈ എക്സ്ട്രാ യാൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു യാൺ നീഡിൽ വെച്ചിട്ട് ഹൈഡ് ചെയ്യാം. ഞാൻ പക്ഷേ അത് രണ്ടും ഇപ്പോൾ അടുത്തടുത്തിരിക്കുന്നത് കൊണ്ട് 2 നോട്ടിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. രണ്ട് നോട്ടിട്ടതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. ദേ ഇപ്പം നമ്മുടെ ലീഫ് സ്പ്രൗട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യം കുറച്ച് പാടായിട്ട് തോന്നുമെങ്കിലും പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. വേറൊരു ട്യൂട്ടോറിയലായിട്ട് കാണാമേ. ഓക്കെ, ബൈ.